Hi all. So, welcome back to another video of Norushe with Anuvind. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആയ എ, ഡി, ഇ, കെ എന്നിവയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വെള്ളത്തിൽ ലയിക്കുന്ന, അതായത് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആയ വൈറ്റമിൻ B1 മുതൽ വൈറ്റമിൻ സി വരെയാണ്. ഫസ്റ്റ് നമുക്ക് വൈറ്റമിൻ B1ലേക്ക് കടക്കാം. വൈറ്റമിൻ B1നെ നമ്മൾ തയമിൻ എന്നുകൂടി വിളിക്കുന്നു. നമ്മളെ മനുഷ്യർക്ക് ഈ തയമിന് വളരെ ചെറിയ അളവിൽ നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഈ ചെറിയ അളവിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഡെയിലി ഈ വൈറ്റമിൻ B1 നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നിർബന്ധമായിട്ട് വരികയാണ്. ഈ വൈറ്റമിൻ B1 നമ്മൾ കഴിക്കുന്ന അന്നജം അടങ്ങിയ അന്നജത്തിനെയൊക്കെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതിൽ നല്ല ഒരു പങ്കുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള ന്യൂക്ലിക് ആസിഡ്സിലേക്കും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലേക്കും മൈലിനിലേക്കും ഒക്കെയുള്ള അഡീക്വേറ്റ് ആയിട്ടുള്ള എനർജി സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോ എൻസൈമാറ്റിക് ഫംഗ്ഷൻ നമ്മുടെ വൈറ്റമിൻ B1 അഥവാ തൈമിൻ ചെയ്യുന്നു. നമ്മുടെ നെർവസ് സിസ്റ്റം, ഞാടി നരമ്പുകളുടെയൊക്കെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട്, സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടും അവരുടെയൊക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഈ വൈറ്റമിൻ B1 അഥവാ തയമിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒന്നാണ്. ഈ തൈമൻ ഡെഫിഷ്യൻസി കണ്ടുവന്നിരുന്ന കാലഘട്ടത്തിൽ ഇവരുടെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി ലോസ്, കുറഞ്ഞ കാലയളവിൽ നമുക്ക് ഓർമ്മ നഷ്ടപ്പെടുക, മസിൽ വീക്ക്നെസ്, നമ്മുടെ മസിലുകളൊക്കെ വീക്കായിട്ട് പോവുക, അതുപോലെ തന്നെ അനോറക്സിയ, ഇവയെല്ലാമായിരുന്നു. തൈമിൻ ഡെഫിഷ്യൻസി കൊണ്ട് വേണ്ടത്ര അളവിൽ തൈമിൻ നമ്മുടെ ശരീരത്തിന് ലഭിച്ചിട്ടില്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖമായിരുന്നു ബെറിബെറി എന്ന് പറയുന്നത്. തൈമിന്റെ ഫുഡ് സോഴ്സസ്, ഭക്ഷണ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് റൈസ്, അതുപോലെ തന്നെ ഉഴുന്ന്, പിന്നെ മീറ്റ്, മീന്, പോർക്ക്, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുന്ന അറിയില്ല, ട്രോട്ട് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു മീനുണ്ട്, അത്. പിന്നെ നമ്മുടെ പിസ്ത, ആൽമണ്ട്, പീനട്ട്, സാൽമണ്, ഫ്ലാക്സീഡ് ഇവയിലെല്ലാമാണ് കാണപ്പെടാറ്. നമ്മൾ ഈ റൈസ്, നമ്മൾ ചോറൊക്കെ ബോയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ ഒരു ഹെൽത്തി വേ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു ബെറ്റർ എന്ന് പറയുന്നത് നമ്മളത് സ്റ്റീം ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും ഒരിക്കലും ഓവർ ഹീറ്റ് ചെയ്യരുത്, ഒരുപാട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാക്കുന്നതിലൂടെ ആ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള തയമിന്റെ അംശങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഇനി നമുക്ക് വൈറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മുടെ ബോഡിയിൽ ഹെൽത്തി ബ്ലഡ് സെൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് റൈബോഫ്ലാവിൻ. നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ സ്കിന്ന്, ത്വക്കിന്റെയും അതുപോലെ തന്നെ കണ്ണിന്റെയും ഒക്കെ ആരോഗ്യം നിലനിർത്തുന്നതിലും ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. വൈറ്റമിൻ B1ന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ B2ന്റെ ഡെഫിഷ്യൻസിയും എക്സ്ട്രീംലി റെയർ ആണ്. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് നമ്മളിൽ ഭയങ്കരം ആയിട്ടുള്ള ക്ഷീണം ഉളവാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഞാടി ഞരമ്പുകളൊക്കെ ഡാമേജ്ഡ് ആവും. നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ട് നടക്കാനായിട്ട് തുടങ്ങും. ഹൈ വൈറ്റമിൻ B2 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് മുട്ട, പാല്, ഓർഗൻ മീറ്റ്സ്, അതായത് ഈ ലിവർ, ഹാർട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. പിന്നെ നോർമലി അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ചീര, ആൽമണ്ട്, മഷ്റൂംസ് ഇവയിലൊക്കെയാണ്. അടുത്തത് നമുക്ക് വൈറ്റമിൻ B3 അഥവാ നയാസിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കാർഡിയോ വാസ്കുലർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വൈറ്റമിൻ B3 നല്ലൊരു പങ്ക് വഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോളിന്റെ ബാലൻസിങ്ങിലും വളരെ വലിയൊരു പങ്ക് വൈറ്റമിൻ B3ക്ക് ഉണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഒക്കെ ഫംഗ്ഷനിങ്ങിനും നല്ലൊരു ഹെൽത്തി സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ B3 അഥവാ നയാസിൻ ഡെഫിഷ്യൻസിയും റയർ ആണ്. എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ സ്കിൻ റാഷ്, നമ്മുടെ ശരീരത്തിൽ തൊലിയിൽ ചൊറിച്ചില് അങ്ങനെയൊക്കെ ആയിട്ട് വരാം. അതുപോലെ തന്നെ ഡയറിയ, ഡെമൻഷ്യയുടെ രൂപത്തിലൊക്കെ വരാം. ഈ നയാസിൻ ബീഫ് ലിവർ, ചിക്കൻ, അതുപോലെ തന്നെ ചിക്കന്റെ ബ്രസ്റ്റ് പീസ്, ടർക്കിയുടെ ബ്രസ്റ്റ് പീസ്, സാൽമൺ, ട്യൂണ, പോർക്ക്, ബീഫ് ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്നു. പിന്നെ ബ്രൗൺ റൈസ്, പീനട്സ്, പൊട്ടറ്റോ, സീഡ്സ്, ബനാന ഇവയിലും അടങ്ങിയിരിക്കുന്നു. അടുത്തത് നമുക്ക് വൈറ്റമിൻ B5 അഥവാ പാൻറ്റോതെനിക് ആസിഡിന്റെ ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എനർജി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻറ്റോതെനിക് ആസിഡ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോൾ ആയ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ, ഇതിനെ കൂട്ടിയും നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ആയ LDL, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനെ കുറച്ചുകൊണ്ടും. ഈ വൈറ്റമിൻ B5 കോമൺ ആയിട്ട് ഒരുപാട് ഫുഡ്സിൽ കണ്ടുവരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കേസ് വളരെ റയർ ആണ്.
ഹയസ്റ്റ് എമൗണ്ടിൽ വൈറ്റമിൻ B5 അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഫ്, ചിക്കൻ, ഓർഗൻ മീറ്റ്സ്, ഹോൾ ഗ്രെയിൻസ്, അതുപോലെ തന്നെ വിവിധ തരം പച്ചക്കറികൾ, അതായത് ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, പിന്നെ നമ്മുടെ മത്തിമീനിലും അടങ്ങിയിരിക്കുന്നു. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കേസിൽ നല്ല കോമൺ ആയിട്ട് നമ്മൾ മത്തിമീനൊക്കെ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കറി വെച്ച് കഴിക്കുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിന് അത്രയും ഉപയോഗപ്രദമായിട്ട് മാറുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും വൈറ്റമിൻസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ ബാക്കി വൈറ്റമിൻസിന്റെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഒരുപാട് ലോങ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മളെ ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക. അതിലും നമ്മൾ ഇതുപോലെ ഡെയിലി ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും നമ്മുടെ പോലെ ഇതൊക്കെ അറിഞ്ഞിരിക്കട്ടെ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.